ഓക്കെ, അങ്ങനെ നമ്മൾ ഭൂരിഭാഗം ആളുകളും എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. SSC GD എക്സാം ഏകദേശം വൈൻഡപ്പ് ആയ അവസ്ഥയാണ്. എന്നാൽ കുറച്ച് ആൾക്കാർ ഇനി എഴുതാൻ ബാക്കിയുണ്ട്. മെയ് 26 വരെയൊക്കെ എഴുതുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ വർഷം വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. പ്രധാനമായിട്ടും എന്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ആൻഡ് 2027ലേക്ക് വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടോ. നമ്മളൊരു എക്സാം അനാലിസിസ് നടത്തുകയാണ്. അതിന്റെ കൂടെ തന്നെ എന്താണ് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള മാറ്റം, ഇതൊന്ന് സംസാരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് അഡ്രസ് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്തുകൊണ്ട് അനാലിസിസ് വീഡിയോസ് ആയിട്ട് ചെയ്തില്ല. നിങ്ങൾക്കറിയാം, നമ്മളെ ചാനലിൽ ക്ലോക്ക്, അതുപോലെ തന്നെ കലണ്ടർ, അതുപോലെ തന്നെ ഇനീക്വാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നൊക്കെ പ്രോപ്പറായി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പുതിയ ടോപ്പിക് ആയതുകൊണ്ടാണ് ചെയ്തത്. നമ്മൾ അനാലിസിസ്, എക്സാം നടക്കുന്നതിന്റെ ഇടയിൽ അനാലിസിസ് ചെയ്തതെന്ന് കഴിഞ്ഞ വർഷം SSC പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വർഷം ഒരുപാട് ആളുകൾ ചെയ്തു. നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എക്സാം എഴുതിയ ആളുകളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. ഇപ്പൊ ഒന്നാമത്തെ ദിവസം എക്സാം എഴുതുന്നവന് ഇതൊക്കെയാണ് ഇവിടെ ചോദിക്കാൻ പോകുന്ന ടൈപ്പ് എന്ന് അറിയില്ല. അപ്പൊ അയാള് എങ്ങനെയാണോ പോയി എഴുതിയത് അതേ ഒരു ലെവലിൽ തന്നെ നിങ്ങൾക്കും പോയി എഴുതാൻ പറ്റണം. അത് ഇല്ലെങ്കിൽ നമ്മൾ ആ കുട്ടിയോട് ചെയ്യുന്ന ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസവും ഒക്കെ എഴുതിയ കുട്ടിയോട് ചെയ്യുന്ന ഒരു ശരിയല്ലാത്ത കാര്യം എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് നമ്മളൊരു ഡിസ്കഷൻ, ക്വസ്റ്റ്യൻസ് എടുത്തുള്ള ഡിസ്കഷൻ വെക്കാണ്ടിരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ അവസാന നിമിഷം പഠിക്കുന്നവർക്കല്ല എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റേണ്ടത്. തുടക്കം മുതലേ ഹാർഡ് വർക്ക് ചെയ്ത ആളുകൾക്കാണ്, നമ്മൾ അവരെ കൂടെ വെക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ തവണ നിങ്ങൾക്ക് തുടക്കം മുതലേ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത തവണ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ നേരത്തെയൊക്കെ ഒന്ന് ഇരുന്ന് സമാധാനമായി പഠിച്ച് കഴിഞ്ഞ വർഷത്തെ കണ്ടന്റുകളൊക്കെ തന്നെ എടുത്തൊന്നുകൂടെ പഠിച്ച് ഒന്ന് വൃത്തിയായി എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം ഇതേ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എക്സാമിന്റെ അന്നത്തെ ദിവസം, സ്റ്റാർട്ട് ചെയ്ത ദിവസം, എക്സാം കഴിയുന്നതിന് മുമ്പ് തന്നെ എക്സാം ഹാൾ റിവ്യൂ എന്ന് പറഞ്ഞ ഒരുപാട് റിവ്യൂസ് വന്നു. ഈ SSC GDന്റെ പ്രത്യേകത, പെട്ടെന്ന് പാനിക് ആവുന്ന കുട്ടികളാണ്. നമ്മൾ ഓരോരുത്തരും പെട്ടെന്ന് പാനിക്കായി, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ന്യൂസ് കേൾക്കുമ്പോഴേക്കും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ചാടി ഇറങ്ങുന്ന ആളുകളാണ്. ഇപ്പൊ നമ്മളെ പറ്റിക്കാൻ ആളുകൾക്ക് വളരെ എളുപ്പമാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പാനിക്കായി, ടെൻഷനായി നിൽക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ എക്സാം ഹാൾ റിവ്യൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കണ്ടന്റുകളൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്താ സംഭവിച്ചത്? ഒരുപാട് പ്രശ്നം ഉണ്ടായി. എന്നെ ഇറക്കി വിളിച്ചിട്ട്, സാർ പ്രോബബിലിറ്റിയിലെ ക്ലാസ് ഒന്നും കൂടെ എടുത്തു തരണമെന്നൊക്കെ പറഞ്ഞു. അതൊന്നും ചോദിച്ചിട്ടാനില്ല. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പ്രിപ്പറേഷൻ ഈ ഒരു ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പെട്ടെന്നൊരു കാര്യം കേട്ടിട്ട് പാനിക് ആവാൻ വേണ്ടി പാടില്ല. ഒരുപാട് ഫേക്ക് ന്യൂസുകളും ഫേക്ക് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചുള്ള. മറ്റൊരു കാര്യമാണ് പേപ്പർ ലീക്ക് ആയിരുന്നു. ഇപ്പൊ നിലവിൽ പറയുന്നുണ്ട് പേപ്പർ എവിടെയൊക്കെ ലീക്ക് ആയിട്ടുണ്ട് എന്നുള്ളത്. നമുക്കറിയാം, ഇന്ത്യയിൽ ഏത് പരീക്ഷയ്ക്കാണ് പേപ്പർ ലീക്ക് ആവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് വെറീഡ് ആവണ്ട. നിങ്ങൾ ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ടെൻഷൻ അടിച്ചാലും മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ, അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾ ഇനി എക്സാം എഴുതാനുള്ള ആൾക്കാരാണെങ്കിൽ പഠിക്കുക. ഇനി ഓൾറെഡി എക്സാം എഴുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫിസിക്കലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ളതാണ് ചെയ്യുന്നത്. ഇനി 2026 എക്സാമിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2026 ഒരു കാര്യം നടന്നിട്ടുള്ളത്, ബേസിക് ലെവലിലാണ് എക്സാം ചോദിച്ചിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും ബേസിക് ലെവലായിരുന്നു. എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എക്സാം ഉള്ളത്. പക്ഷെ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ബേസിക് ലെവൽ തന്നെയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ പ്രശ്നമാണ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളെ സെയിം കൺസെപ്റ്റുകളിൽ നിന്നാണ് വരുന്നത്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ സെയിം ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ, നമ്മൾ ഏതൊക്കെയോ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മാത്സിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പിന്നെ സംഭവിച്ചിട്ടുള്ളത് എന്താ, ന്യൂ ടോപ്പിക്സ് കുറച്ചെണ്ണം വന്നിട്ടുണ്ട്. എവിടെയാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്? റീസണിങ്ങിലാണ്. റീസണിങ്ങിൽ കലണ്ടർ, അതുപോലെ തന്നെ ക്ലോക്ക്, അതുപോലെ തന്നെ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞ 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പുതിയതായി വന്നതല്ല, പണ്ട് വളരെ റെയർ ആയിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. ഇനീക്വാലിറ്റി ചോദിച്ചിട്ടില്ല, പക്ഷെ കലണ്ടറും ക്ലോക്കൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ചോദിക്കുമായിരുന്നു. എന്നാൽ ഇങ്ങനെ വളരെ എണ്ണം കൂടുതലായിട്ട് ചോദിച്ചിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു സാധനം പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. ഇനി ഈ ബേസിക് ലെവൽ എന്ന് പറയുമ്പോൾ അടുത്ത വർഷം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, ബേസിക് ലെവൽ തന്നെ GDക്ക് ചോദിക്കുള്ളൂ. GD ഒരു 10th ലെവൽ എക്സാം. അതുകൊണ്ട് ഒരിക്കലും അതിനേക്കാൾ വലിയൊരു ലെവലിലേക്ക് പോകുന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ബേസിക് ലെവൽ തന്നെയാണ് എപ്പോഴും ചോദിക്കുക. പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ആൾക്കാർ ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ 2025 മോക്ക് ടെസ്റ്റ് ചെയ്ത് കുറെ എണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങും. അത് കഴിഞ്ഞ് നിങ്ങൾ 2024 പോകുമ്പോൾ ആ മോക്ക് ടെസ്റ്റിന് മാർക്ക് കുറവായിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ബേസിക് ലെവൽ തന്നെയാണ്.
പക്ഷേ ഇവിടെ ചോദിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും ഇവിടെ ചോദിക്കുന്നത്. ഇതുപോലെ തന്നെ 2026 സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ ഭീകരമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ 2026 മോക്ക് അടുത്ത വർഷം കുറെ കുട്ടികൾ ഇരുന്ന് ചെയ്യും, അവരിങ്ങനെ കുറെ മോക്ക് ചെയ്യും, അവർക്ക് നല്ല മാർക്ക് കിട്ടും. എന്നിട്ട് അവർ 2025 ചെയ്യുമ്പോൾ മാർക്ക് ഉണ്ടാവില്ല. കാരണം രണ്ടിന്റെയും ആ ഒരു സ്റ്റൈലിൽ എപ്പോഴും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം പല പല വർഷങ്ങളിൽ നിന്നായിട്ട് എടുത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചോദിക്കുന്നത് ബേസിക് ലെവലാണ്, പക്ഷെ ലാംഗ്വേജിലൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവാം, മാറ്റം ഉണ്ടാവാം. ചില ക്വസ്റ്റ്യൻസ് ചില ടൈപ്പുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വർഷത്തെ മോക്ക് തന്നെ കുറേ തവണ ചെയ്യുമ്പോൾ നല്ല മാർക്ക് കിട്ടുന്നത്. അപ്പോൾ ബേസിക് ലെവലിൽ മാറ്റമില്ല എന്ന് മനസ്സിലാക്കുക. മാത്സിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ജി കെയിലേക്ക് വരുന്ന സമയത്തും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ SSCന്റെ മറ്റു പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ മറ്റു പരീക്ഷകളിലൊക്കെ ജി കെയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ GD വരുന്ന സമയത്ത് GK ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് മിക്ക ചോദ്യങ്ങളും ചോദിക്കുന്നത്. ചില ഏരിയാസിൽ മാത്രം കുറച്ച് ഡീപ്പായി ചോദിക്കുന്നുണ്ട്. എന്നാൽ പോലും നിങ്ങൾക്ക് ആ ഏരിയാസ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഏരിയാസ് ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് 5 ഇയർ പ്ലാൻ ഒക്കെ, 5 ഇയർ പ്ലാൻ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒളിമ്പിക്സ് പോലുള്ള ഏരിയാസ് എന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ഒരുപാട് ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ഇനി പഠിക്കാനുള്ള ആളുകൾ ഇരുന്ന് പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് സ്ഥിരമാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചില ഷിഫ്റ്റുകളിൽ വലിയ പാരഗ്രാഫുകൾ തരുന്നുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നോർമൽ ആണ് എന്നാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക്. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വലിയ മാറ്റമില്ല. ആകെ സംഭവിച്ചിട്ടുള്ളത് റീസണിങ്ങിൽ 1-2 പുതിയ ടോപ്പിക് വന്നിട്ടുണ്ട്. പ്ലസ് റീസണിങ് കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി നല്ലതാണോ മോശമാണോ? നിങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റിൽ പഠിച്ച ആളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മോശമാണ്. കാരണം നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? റീസണിങ് ആണ്, അല്ലെ? ഇപ്പൊ റീസണിങ്ങിൽ എല്ലാവർക്കും ഇത്തവണ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് അവിടെ മാത്സും ഇംഗ്ലീഷും GKയും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് അഡ്വാൻറ്റേജ് ആണ് ഈ വർഷത്തെ പരീക്ഷ. റീസണിങ് മാത്രമാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതായത് എനിക്ക് റീസണിങ്ങിന് 20 കിട്ടുന്നുണ്ട്, അപ്പൊ പിന്നെ മാത്സ് അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം, GK എന്നും ഇംഗ്ലീഷൊന്നും ചില്ലറ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ക്വാളിഫൈ ആവാലോ. ഈ സാധനം ഇത്തവണ ഇങ്ങനെ പഠിച്ച ആൾക്കാർക്ക് ഇത്തവണ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. റീസണിങ് നല്ലപോലെ ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ഇപ്പൊ ടൈം കൺസ്യൂമിങ് ആണെന്ന് പറയുമ്പോൾ നിങ്ങളും എക്സാം എഴുതുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും: ആദ്യം GK, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ റീസണിങ്, പിന്നെ മാത്സ്. ഈ ഓർഡർ ആയിരിക്കും കീപ്പ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റീസണിങ് മിക്ക ആളുകളും ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവർ മാത്സ് എളുപ്പമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ, പക്ഷെ ഈ മാത്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് സമയം കിട്ടാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് നല്ലതാണ്. ആദ്യം മാത്സിലേക്ക് പോയതിനു ശേഷം റീസണിങ്ങിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അഥവാ റീസണിങ് ടൈം കൺസ്യൂമിംഗ് ആണെന്ന് തോന്നുകയാണെങ്കിൽ റീസണിങ് നിർത്തി വെക്കുക, മാത്സിലേക്ക് പോവുക. മാത്സ് അത്യാവശ്യം എല്ലാം നിങ്ങൾക്ക് എളുപ്പമുള്ളതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് റീസണിങ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റീസണിങ്ങും ചെയ്യാൻ പറ്റൂല, സമയം പ്രശ്നമുള്ളതുകൊണ്ടും ലെങ്തി ക്വസ്റ്റ്യൻ ആയതുകൊണ്ടും മാത്സും ചെയ്യാൻ പറ്റൂല. ഇതാണ് 2026 ഒരു കോമൺ ഐഡിയ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റീസണിങ്ങിലാണ് ചെറിയ ചേഞ്ച് വന്നിട്ടുള്ളത് എന്നുള്ളത് ഓർത്തുള്ള, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ 2027 പോകുമ്പോൾ, അടുത്ത വർഷത്തേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ, അങ്ങനെ വരാണ്ടിരിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷം തന്നെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. അഥവാ അടുത്ത വർഷത്തേക്ക് എഴുതേണ്ടി വരികയാണെങ്കിൽ എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്കറിയാം, ഈ വർഷത്തെ 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും പുതിയതായിട്ട് ഒരു സാധനം വന്നിട്ടുണ്ട്. അതാണ് സെക്ഷണൽ ടൈം. ഞാൻ സെലക്ഷൻ പോസ്റ്റ് വെച്ച് പറഞ്ഞുതരാം. ഇപ്പോ സെലക്ഷൻ പോസ്റ്റ് പരീക്ഷയുടെ അപ്ലിക്കേഷൻ ഈ കഴിഞ്ഞ 4-ാം തീയതി അവസാനിച്ചത്. അതിൽ 4 സബ്ജക്റ്റുകളാണ് നമുക്ക് ഉണ്ടാവുക, അല്ലെ? ഇതുപോലെ തന്നെ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, GK. നിങ്ങൾക്ക് 80 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ 100 ക്വസ്റ്റ്യൻ ഉള്ളത്. ഈ 100 ക്വസ്റ്റ്യനും കൂടെ 60 മിനിറ്റ് ഉള്ളത്. ഈ 60 മിനിറ്റിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെലവാക്കാം. നിങ്ങൾക്ക് 60 മിനിറ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെലവായിക്കൂടെ? റീസണിങ് പെട്ടെന്ന് ചെയ്ത് വേണമെങ്കിൽ മാത്സ് കുറെ സമയം കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു സെക്ഷണൽ ടൈമർ വരുന്ന സമയത്ത് അവിടെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിനെയാണ് നമ്മളൊന്ന് മൈൻഡ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് റീസണിങ്ങിന് 15 മിനിറ്റ് മാത്രമേ കിട്ടുള്ളൂ, മാത്സിന് 15 മിനിറ്റ് മാത്രമേ കിട്ടുള്ളൂ, ഇംഗ്ലീഷിന് 15 മിനിറ്റ് ഉണ്ടാവും, ആൻഡ് GKക്ക് എന്തുണ്ടാവും? 15 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഇപ്പൊ തന്നെ പാനിക് ആവരുത്.
ഇങ്ങനെയുള്ള സെക്ഷണൽ ടൈമർ എവിടെ വന്നിട്ടുണ്ട്? നമ്മുടെ സെലക്ഷൻ പോസ്റ്റിൽ വന്നിട്ടുണ്ട്. സെലക്ഷൻ പോസ്റ്റിൽ മാത്രമല്ല, ഇനി അങ്ങോട്ട് ഈ വർഷമുള്ള എല്ലാ പരീക്ഷകളിലും വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പല സോഴ്സസും അത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒറ്റ ടയറിൽ നടക്കുന്ന പരീക്ഷകൾ. ഇപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് ഒറ്റ ടയറിൽ നടക്കുന്ന പരീക്ഷ, സെലക്ഷൻ പോസ്റ്റ് ഒരു ഒറ്റ ടയറേ ഉള്ളൂ. ടയർ 1 ടയർ 2 എന്ന് പറഞ്ഞ് മെയിൻസും പ്രിലിംസും ആയിട്ടൊന്നല്ല, ഒറ്റ എക്സാം നടക്കുന്നത്. അപ്പൊ അത്തരം പരീക്ഷകൾക്കൊക്കെ സെക്ഷണൽ ടൈമർ വരും എന്നൊരു കാര്യം കൂടെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പൊ ഇത് ഉറപ്പാണോ? ഉറപ്പൊന്നുമില്ല. GD ഇത് വരാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ സാധ്യത ഉണ്ട്, സാധ്യത ഇല്ലേന്ന് ചോദിച്ചാൽ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പ് പറയാനോ അല്ലെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള റിസോഴ്സോ അല്ലെങ്കിൽ ഒരു സോഴ്സോ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ള കാര്യം ഓർത്തോണം. എന്നാലും ഇങ്ങനെ ഒരു പാറ്റേൺ മാറ്റം അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റീസണിങ്ങും മാത്സിനും 15 മിനിറ്റേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാനൊന്നും പറ്റൂല. കുറെ സമയം സേവ് ചെയ്തിട്ട് റീസണിങ് മാക്സിമം ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കാതെ വരും. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ സ്പീഡ് കുറച്ചും കൂടെ കൂട്ടണം. എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പ്രിപ്പറേഷൻ അതായത് പ്രാക്ടീസ്, നമ്മുടെ കാൽക്കുലേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. കുറച്ചും കൂടെ സ്പീഡ് ആവണം. അങ്ങനെ സ്പീഡ് ആവുകയാണെങ്കിൽ മാത്രമേ അടുത്ത വർഷം മുതൽ നമുക്കിത് ട്രാക്കിൽ നിൽക്കാൻ വേണ്ടി കഴിയുള്ളൂ. എന്ത് വരികയാണെങ്കിൽ ഈ സെക്ഷണൽ ടൈമർ വരികയാണെങ്കിൽ. വരുവോ ഇല്ലയോ എന്ന് ഉറപ്പില്ല, വരുവോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ എന്തായാലും നമുക്കിത് മത്സരിച്ച് ജയിച്ചേ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ ആവുകയല്ല വേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ എല്ലാവർക്കും അതുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് ഒരാൾക്ക് മാത്രമായിട്ട് ബുദ്ധിമുട്ട് അവർ തരികയല്ലോ, എല്ലാവർക്കും കൂടെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും അത് ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് ഫേസ് ചെയ്യുന്നത് ആരാണോ അവർക്ക് കയറാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ ഇത്തവണ നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡും നമ്മുടെ പ്രിപ്പറേഷന്റെ ഒരു ടൈം ഒക്കെ കൂടെ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ആൻസേഴ്സ് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയണം. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കാര്യം 2027ലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഓർത്തോളാം. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ 2027ലേക്ക് എഴുതണം എന്ന് വിചാരിക്കുന്നത്. അവരോട് പറയാ ഇങ്ങനൊരു കാര്യമുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടെ നേരത്തെ ഒക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു ചാനലൊക്കെ അയച്ചു കൊടുക്കുക. ഇതിന്റെ അകത്തുള്ള വീഡിയോസ് ഒക്കെ കണ്ട് നേരത്തെ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പറയാം. അപ്പൊ ഇത്രയാണ് ഓവറോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ മുന്നിൽ നിൽക്കുന്ന സാഹചര്യം. ഓക്കെ, താങ്ക് യു.